ഹലോ ഗൈസ്, നമുക്ക് നമ്മുടെ KSRTC പോയ ഒരു ഉല്ലാസയാത്രയാണ്. വെളുപ്പിന് ഒരു 5:30 നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു 5:45 നമ്മൾ ഓട്ടോയും കത്തുകയാണ് റോട്ടിൽ നിന്ന്. കുറച്ച് നമ്മൾ ഓട്ടോ കിട്ടി. നമ്മൾ ആ ഓട്ടോ വിളിച്ചിട്ട് KSRTC ഡിപ്പോയിൽ പോയി. അവിടെ പോയപ്പോൾ സിൻസിയാനും അഞ്ചുമണിയും കണ്ടു. നമ്മൾ രണ്ടുപേരും കൂട്ടി വേഗം ബസ്സിൽ കയറി. കയറിയ ടൈമിൽ ഞാൻ വരണ്ടേ വലിയ അടുത്തായിരുന്നു. പിന്നെ ഞാൻ നൈസായിട്ട് വേഗം സിൻസിയാന്റെ അടുത്ത് മാറിയിരുന്നു. കാരണം അവിടെ ഇരുന്നാൽ നല്ല വ്യൂ കാണാം. ബസ് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് നേരം ഇങ്ങനെ നോക്കിയപ്പോണ്ടാ ഇവർ രണ്ടുപേരും ഉറങ്ങിക്കണം. ഒരു 6:57 ആയപ്പോൾ നമ്മൾ പാലക്കാട് KSRTC സ്റ്റാൻഡിലെത്തി. പിന്നെ ബസ് കുറച്ച് അവിടെ നിർത്തിയിട്ട് കുറച്ച് ആൾക്കാർ അവിടെ നിന്ന് കയറണം. ചില ആൾക്കാർക്ക് ഇടയിൽ നടന്ന് പറയുന്നത് പാലക്കാട് സ്റ്റാൻഡിൽ നിന്ന് ആൾക്കാർ കയറാൻ. അത് നിർത്തിയിട്ട് പെട്ടെന്ന് നല്ല സൺലൈറ്റ് മുഖത്തോട്ട് അത് ഞാൻ കുറച്ച് മെയിനൊക്കെ ആയി. പിന്നെ അവിടെ ബസ്സൊക്കെ എടുത്ത് പോയി നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പേരും കാര്യങ്ങളൊക്കെ പറഞ്ഞ് പരിചയപ്പെടലൊക്കെ തുടങ്ങി. പിന്നെ എല്ലാവരും പാട്ട് പാടിക്കുന്നു. നമുക്ക് പാട്ട് പാടാൻ അറിയില്ലെങ്കിലും നമുക്ക് അവിടെ പാടാൻ നല്ല കോൺഫിഡന്റ് ആയിരുന്നു. അങ്ങനെ ഞാനും സിൻസിയൊക്കെ പാട്ടൊക്കെ പാടി എല്ലാവരും വെറുപ്പിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നല്ല അടിപൊളിയായി പച്ചപ്പ് വലുതാപ്പൊക്കെ ഉള്ള അടിപൊളി വഴിയിലൂടെ നമ്മുടെ ബസ് ഇങ്ങനെ പോയി. ചൂട് കുറച്ച് ഓവറാണെങ്കിൽ കൂടെ ഞങ്ങളുടെ ജില്ല പ്രകൃതി രമണീയായ ഒരു ജില്ലയും കൂടിയാണ്. പിന്നെ ഒരു 7:52 ആയപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തി. നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി കയറി. നല്ല നെയ് റോസ്റ്റ് ഒക്കെ ഞങ്ങൾ 4 പേരും കഴിച്ചു. ഫുഡ് കഴിച്ച് കഴിഞ്ഞ് നമ്മൾ ബസ് കയറി നമ്മൾ ചുരം കയറാൻ വേണ്ടി ഇങ്ങനെ തുടങ്ങി. ഈ കാണുന്ന വ്യൂ പോത്തുണ്ടി ഡാമിന്റെ വ്യൂ ആണ്. നമ്മൾ പോത്തുണ്ടി ഡാമിന്റെ മുന്നിൽ കൂടെ വന്നെങ്കിലും പോത്തുണ്ടി ഡാമിൽ ലാസ്റ്റ് ടൈം നമ്മൾ കയറി. ഓരോ ചുരം ഇങ്ങനെ കയറുമ്പോഴും പോത്തുണ്ടി ഡാമിന്റെ ഭംഗി ഇങ്ങനെ കൂടി കൂടി വരികയായിരുന്നു. അടിപൊളിയായിട്ടായിരുന്നു ഓരോ ചുരം കയറുമ്പോഴും കാണാൻ കഴിഞ്ഞത്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഈ ഒരു വ്യൂ പോയിന്റിൽ ഇറങ്ങിയിട്ട് കുറെ ഫോട്ടോസ് ഒക്കെ എടുത്തു. ഇവിടുത്തെ വ്യൂ കാണാൻ അത് അടിപൊളിയായിരുന്നു. പിന്നെ നമ്മൾ കുറെ തേയിലത്തോട്ടങ്ങളുടെ ഇടയിൽ കൂടെ നമ്മൾ സീതാർകുണ്ട് വ്യൂ പോയിന്റ് കാണാൻ പോയി. ആക്ച്വലി ഇതിന്റെ രണ്ടാമത്തെ നെല്ലിയാമ്പതി ട്രിപ്പാണ്. ഫസ്റ്റ് ഞാൻ NSS ക്യാമ്പിനാണ് പോയത്. നെല്ലിയാമ്പതിയിലെ നിരവധി കുന്നുകൾ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു സീതാർകുണ്ട് വ്യൂ പോയിന്റ് അതിമനോഹരമായ ഒരു വ്യൂ ആണ് നമുക്ക് നൽകുന്നത്. ഏറ്റവും കൂടുതൽ സ്ഥലങ്ങൾ നമുക്ക് കാണാം. കൊല്ലംകോട് ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് കാണാം. ഗൈസ്, നിങ്ങൾ ഒരു പ്രകൃതി സ്നേഹിയാണെങ്കിൽ മസ്റ്റ് ആയിട്ടും ഒരിക്കലെങ്കിലും ഈ ഒരു സീതാർകുണ്ട് വ്യൂ പോയിന്റ് കാണാൻ പോകണം. നാട്ടിൽ നിന്ന് കഴിഞ്ഞ് പണ്ടാരണെങ്കിൽ വരുന്ന സിൻസിയാനിനെ എന്നൊക്കെയാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങോട്ട് പോകുമ്പോഴേ സിൻസിയാക്കും നടക്കാൻ വയ്യ. അപ്പോൾ ബാക്കി യാത്രാ വിശേഷങ്ങളിൽ അടുത്ത വീഡിയോയിൽ കാണാവുന്നതാണ്. അപ്പോൾ ബൈ ഗായ്സ്.